നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റോറി എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ അലീനയെ ഉപദ്രവിക്കാനായിട്ട്, അലീനയെ എന്താ പറയുക, അലീനയ്ക്ക് ചെറിയ പക തീർക്കാൻ, അലീനയോട് പക തീർക്കാനായിട്ട് പദ്ധതി പ്ലാൻ ചെയ്തേക്കാണല്ലോ ഹരിയും രോഹിത്തും കൂടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ഹരി രോഹിത്തിനോട് പറയുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാം, ഒരു സ്പ്രേ ഉണ്ട്, ആ സ്പ്രേ ഞാൻ കൊണ്ടുവരാം, നിൻ്റെ റൂമിലേക്ക് അവളെ വിളിച്ചു വരുത്താം, ഒരു ഗ്ലാസ് താഴിട്ട് പൊട്ടിച്ചാൽ മതിയല്ലോ, അത് ക്ലീൻ ചെയ്യാനാണെന്നും പറഞ്ഞ് അവളെ വിളിച്ചു വരുത്താം. ആ സമയത്ത് ആ സ്പ്രേ അവളുടെ മുഖത്തേക്ക് അടിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ കൊല്ലുന്നതൊഴിച്ച് ബാക്കി എന്ത് കാര്യത്തിനും ഞാൻ നിൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടെന്ന് അലീനെ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് സപ്പോർട്ടായിട്ടുണ്ടെന്ന് രോഹിത്ത് ഹരിയോട് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ അലീന രേവതിക്കുട്ടിയുടെ വീട്ടിലും ചിന്നുമോളെ കാണാനൊക്കെ ആയിട്ട് പോയി അതിനുശേഷം തിരിച്ച് കടപ്പാട്ടൂർ തന്നെ എത്തിച്ചേർന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. എത്തിച്ചേർന്ന സമയത്ത് തന്നെ വൈജയന്തി കുറേ പ്രശ്നങ്ങൾ അലീനയുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ പറയാം. അലീനയെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പണികളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് അധികം ദിവസമായി നമ്മൾ ചാനലിൽ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അങ്ങനെ ഒരു ദിവസം മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് ഹരി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി വരുന്നത് കാരണം തന്നെ രോഹിത്ത് അന്ന് കോളേജിലേക്ക് പോയിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട്, ഹാഫ് ഡേ എന്നല്ല, കോളേജിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ കോളേജിലേക്കൊന്നും പോവാതെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അലീന കഥക് തുറക്കുമ്പോൾ ഇന്ന് എന്താ കോളേജില്ലെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് പോയടി അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് കയറി പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം എന്ന് പറയുകയും ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞിട്ടാണ് രോഹിത്ത് കയറിപ്പോക്കുന്നത്. അങ്ങനെ അലീന മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, രോഹിത്താണ് വന്നത്, മുത്തശ്ശി ഇന്ന് കോളേജിൽ പോയില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ ചെറുക്കൻ അങ്ങനെ തന്നെയാണ്, കോളേജിലേക്കാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകും, എന്നിട്ടോ കോളേജിൽ പോവാതെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും. ഇന്നിപ്പോൾ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കാനാണാവോ, ഇന്ന് വേറെ ആരെങ്കിലും കൂട്ടിയിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശി, ആരുമില്ല, അവൻ തനിച്ചാണ് വന്നത് എന്ന് അലീന പറയുന്നുണ്ട്. എന്നോടൊരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി മുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു എന്നും പറയണം. അപ്പോൾ പറയുന്നുണ്ട്, മോള് മുകളിലേക്കൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട, അവൻ എങ്ങനെ പെരുമാറുന്നു അറിയാൻ പറ്റത്തില്ല, താഴെ വെച്ചിട്ട് അവനെ വിളിച്ചാൽ മതി എന്ന് പറയണം മുത്തശ്ശി. നോക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ആ സമയത്താണ് ഒരു ബൈക്ക് വരുന്ന സൗണ്ട് അലീന കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ആരായിരിക്കും ഈ സമയത്ത് വന്നത് എന്ന് കരുതിയിട്ട് അലീന പോയി നോക്കുമ്പോൾ ഹരിയാണ് വരുന്നത്. അപ്പോൾ ഡോറ് തുറന്ന് ഹരി അകത്തേക്ക് കയറി വരട്ടെ. ഡോറ് തുറന്ന് കൊടുക്കുന്നത് രോഹിത്താണ്. അലീന കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഹരിയെ കൂടി കണ്ടപ്പോൾ അലീനയ്ക്ക് ആകെ എന്തോ ഒരു പന്തികേട് തോന്നട്ടോ. ഇവരെന്തോ ഒരു ഗൂഢാലോചനയുമായിട്ട് വന്നതാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ രോഹിത്ത് കാണുന്നുണ്ട് അലീന നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, 2 ഗ്ലാസ് ജ്യൂസ് വേണം, പെട്ടെന്ന് വേണം, മുകളിലേക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറയുമ്പോൾ അലീന പറയുന്നത്, ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്ന് തരില്ല, ഞാൻ ഇവിടെ വെക്കത്തേ ഉള്ളൂ എന്ന് പറയണം. അതെന്താ നിനക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് തന്നാൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല, എനിക്ക് പറ്റത്തില്ല, ഇവിടുന്ന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോ, ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറയണം. ആ സമയത്തൊക്കെ ഒരുമാതിരി ഒരു വൃത്തികെട്ട രീതിയിൽ അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഹരി. അത് അലീന കാണുകയും ചെയ്യുന്നുണ്ട്, അവനെ അവോയ്ഡ് ചെയ്യാണ് അലീന ആ സമയത്ത് ചെയ്യുന്നത്. അങ്ങനെ അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. അലീന ജ്യൂസ് മുകളിലേക്ക് കൊണ്ടുവന്ന് തരില്ല എന്ന് പറഞ്ഞില്ലേ, ഹരിയെ കൂടി കണ്ടതുകൊണ്ടാണ് അലീന കൊണ്ടുപോയി കൊടുക്കില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഹരിയും രോഹിത്തും അവിടെ തന്നെ നിൽക്കുകയാണ്. ഡോർ അടച്ചിട്ടില്ല കേട്ടോ, ഡോർ ഇങ്ങനെ തുറന്ന് കിടക്കുന്നതാണ്. അങ്ങനെ അലീന ജ്യൂസൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ 2 പേരും കൂടെ അത് അവിടെ നിന്ന് കുടിക്കാതെ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. കാരണം അവരുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടല്ലോ, ആ ഗ്ലാസ് താഴെ ഇട്ട് പൊട്ടിക്കണം, അത് ക്ലീൻ ചെയ്യാനായിട്ട് അലീനയെ അങ്ങോട്ടേക്ക് വിളിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് അവർ 2 ഗ്ലാസ് ജ്യൂസും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴും ഹരിയും രോഹിത്തും അലീനയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ഇവരെ നോട്ടം കണ്ടിട്ട് പെട്ടെന്ന് എന്തായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യാൻ പോണത്, എന്തോ ഒരു പദ്ധതി ഒപ്പിച്ചിട്ടാണ് വന്നത് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്, മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരിയാണ് മുത്തശ്ശി വന്നത്. എന്തിനാ അവൻ വന്നത്, അവന് ഇങ്ങോട്ടൊക്കെ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. എനിക്കറിയില്ല മുത്തശ്ശി, 2 പേരും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, രോഹിത് 1 ഗ്ലാസ് ജ്യൂസ് കൂടെ വേണമെന്ന് പറഞ്ഞു, 2 ഗ്ലാസ് മുകളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറ്റത്തില്ല, ഇവിടുന്ന് എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചു. അങ്ങനെ അവർ 2 ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയണം.
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ ഇനി അങ്ങോട്ടേക്കൊന്നും പോവാൻ നിൽക്കണ്ട കേട്ടോ, അവരെന്താണ് അവിടെ ഒപ്പിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരി മുത്തശ്ശി, ഞാൻ പോകുന്നില്ല, മാത്രമല്ല എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം, എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീന ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന ഫോൺ എടുത്തിട്ട് നമ്മുടെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിക്കുന്ന സമയത്ത് മനുവിനോട് പറയുന്നുണ്ട്, ഇവിടെ ഹരിയും രോഹിത്തും കൂടെ വന്നിട്ടുണ്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് എന്നുള്ള വിവരം മനുവിനെ വിളിച്ചറിയിക്കുകയാണ്. പക്ഷേ മനുവിനെ വിളിച്ചറിയിച്ച കാര്യം ആരോടും പറയരുത് എന്നുകൂടി പറയുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവരെന്തോ ഒരു ഗൂഢാലോചനയുമായിട്ട് വന്നതാണെന്ന് അലീനയ്ക്ക് തോന്നി. അലീന അങ്ങനെ മനുവിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നേരെ അങ്ങോട്ടേക്ക് വരാം എന്ന് മനു അലീനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനുവേട്ടനെയാണ് മുത്തശ്ശി വിളിച്ചത്, ഇവരെന്താ ഇവിടെ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് മനുവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞതാണ് ഇവർ രണ്ടുപേരും കൂടെ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാനാണ് മനുവേട്ടനെ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് ഇനി മാഡം അറിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യം പറയണ്ട എന്നുകൂടെ ഞാൻ പറഞ്ഞത് എന്ന് മനു പറയുകയാണേ. മനു പറഞ്ഞു എന്ന് അലീന മുത്തശ്ശിയോട് പറയുമ്പോൾ, അത് നന്നായി, നീ വിളിച്ച് പറഞ്ഞ കാര്യം അറിയാൻ നിൽക്കണ്ട, അറിഞ്ഞാൽ അതായിരിക്കും വൈകിച്ച് പ്രശ്നമാക്കുന്നത് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുകളിൽ എന്തോ താഴെ വീണ് പൊട്ടുന്ന ശബ്ദം മുത്തശ്ശിയും അലീനയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ താഴെ വീണ് മറിച്ച് പൊട്ടിക്കുന്നുണ്ടല്ലോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ടേക്ക് മോള് പോകാൻ നിൽക്കണ്ടെന്ന് മുത്തശ്ശി പറയണേ. ആ സമയത്താണ് അലീന അലീന എന്ന് വിളിച്ചുകൊണ്ട് രോഹിത് ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുന്നത്. മുത്തശ്ശി ഇത് എന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ, മോളെ ശ്രദ്ധിക്കണേ എന്ന് പറയാണ് മുത്തശ്ശി. അങ്ങനെ അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒന്ന് ആ ചൂലും തുടയ്ക്കാനുള്ള മോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഗ്ലാസ് വീണ് പൊട്ടി എന്ന് പറയണേ. അപ്പോൾ അലീന ആകെ അങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ, ഒന്ന് പെട്ടെന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് മാറ്റിയിട്ട്, ഞാനും ഹരിയും സിറ്റ് ഔട്ടിൽ അവിടെ ബാൽക്കണിയിൽ ഉണ്ടായിരിക്കും, നീ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയണേ. അപ്പോൾ അലീന അങ്ങനെ മുകളിലേക്ക് തുടയ്ക്കാനും ഇതൊക്കെ ആയിട്ടുള്ള ഇത് എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. ഹരിയുടെ രോഹിത്തിൻ്റെ നിർബന്ധം കാരണമാണ് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഹരിയും രോഹിത്തും കൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കാരണം അവരുടെ പ്ലാൻ വർക്കാവണമെങ്കിൽ അലീനയോട് ഒരു വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തോന്നിപ്പിക്കണമല്ലോ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ഹരിയാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും രോഹിത്ത് പറയുന്നുണ്ട്, പെട്ടെന്ന് വേണം, ഞങ്ങൾക്ക് അവിടെ ഇത്തിരി ജോലിയുണ്ട് എന്ന്, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിളിക്കുക എന്ന് പറയാണ് രോഹിത്ത്. അങ്ങനെ രണ്ടുപേരും കൂടെ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനം വന്നുണ്ട്, രണ്ടുപേരും റൂമിലില്ലല്ലോ, അപ്പോൾ റൂം ക്ലീൻ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അലീന റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൂം ക്ലീൻ ചെയ്ത് ആ പൊട്ടിയ ചില്ലുകളൊക്കെ പെറുക്കി എടുത്തതിന് ശേഷം അവിടെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ആ മോപ്പൊക്കെ കഴുകാനായിട്ട് ആ ബാത്റൂമിലേക്കൊന്ന് പോയതാണ്. ആ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് കയറി വന്നത്. ഹരി അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അലീന കണ്ടില്ല ഹരി കയറി വന്നത് കേട്ടോ. അങ്ങനെ അലീന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഹരിയാണ്. ഹരിയെ കണ്ടപ്പോൾ അലീനയ്ക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഇവൻ എന്താ അവിടെ ചെയ്യാൻ പോകണമെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയുമ്പോൾ, നീ എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത്, നീ ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം, ഒന്ന് ഞങ്ങളുമായിട്ട് സഹകരിച്ചൂടെ, ഞാൻ എത്ര തവണ നിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ എന്നെ നടത്തിക്കണോ, ഇങ്ങനെ ഭയങ്കര ജാട കാണിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഹരി. അപ്പോൾ ഹരിയോട് അലീന വീണ്ടും തർക്കിക്കുന്നുണ്ട്. ഹരി മാറി നിൽക്ക്, നീ കരുതുന്ന തരത്തിലുള്ള പെണ്ണല്ല, ഞാൻ എൻ്റെ അടുത്തോട്ട് വരണ്ട, ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെയൊന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ആരാന്ന് വിചാരിച്ചിട്ട് ഈ പറയണത്, നീ ഇങ്ങനെ കുറേ നാളായല്ലോ പറയാനായിട്ട് തുടങ്ങിയിട്ട്, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയണമെന്ന് അനുസരിക്കുക, ഒന്ന് കണ്ണടക്കി, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയുമ്പോൾ അലീന അത് കൂട്ടാക്കാതെ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. നീ എങ്ങോട്ടാടി പോകുന്നത്, ഇവിടെ നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് വിട് ഹരി, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ രോഹിത്ത് ഒച്ച കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. രോഹിത്ത് എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ പറ, എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ ഹരിയോട് രോഹിത്ത് പറയുന്നുണ്ട്, രോഹിത്ത് എന്താ നീ കാണിക്കുന്നത്, അവളുടെ കയ്യിൽ നിന്ന് വിട്ടേ, അവൾ പൊക്കോട്ടെ എന്ന് പറയാം കേട്ടോ. രോഹിത്ത് അടവെടുക്കുകയാണ്. അപ്പോൾ രോഹിത്ത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇവളെ ഞാൻ അങ്ങനെ പോവാൻ സമ്മതിക്കത്തില്ല, നീ ഒന്ന് മാറി രോഹിത്തെ, ഞാനൊന്ന് നോക്കട്ടെ ഇവളെ ഒന്ന് മെരുക്കാൻ പറ്റുമോ എന്ന് പറയാട്ടോ. അലീനയ്ക്ക് അത് കേട്ടിട്ട് പേടിയുണ്ട്. അലീന ആകെ
കൈ വിടിവിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്പ്രേ എടുത്തുകൊണ്ട് ഹരി അവളുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. അവൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് ആകെ പേടിയാവാണ്. അവൾ അങ്ങനെ മയങ്ങി പോവുക കേട്ടോ. അവളാകെ തല കറങ്ങുന്നത് പോലെയൊക്കെ ആയിട്ട് അവിടെ ചുമരിൽ ചാരി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഹരി അവളെ പിടിച്ചുകൊണ്ട് ആ ബെഡിൽ കൊണ്ടുപോയിട്ടാണ്ട് തള്ളി മറിച്ചിടുന്നുണ്ട് കേട്ടോ. അവളുടെ ഷോളൊക്കെ വലിച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോളൊക്കെ അവിടെ കിടക്കുന്നത് അവിടെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഷോളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അലീന അങ്ങനെ ബോധം കെട്ട് പോയിട്ടോ. അപ്പം ഇനിയിപ്പം ഹരി ഒരു ഗൂഢമായിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, ആരും കാണാനും ഇല്ല, ഇവിടെ വീട്ടിൽ ആരും ഇല്ല, മുത്തശ്ശി അവിടെ കിടപ്പിലും അല്ലേ, മുത്തശ്ശിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ, അത് കാരണം എന്തും ചെയ്യാമല്ലോ എന്ന്. പക്ഷേ രോഹിത്തിനാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയി അപ്പോൾ ഓക്കെയാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ഒന്നും കാണാനും പോകുന്നില്ല, അറിയാനും പോകുന്നില്ല, അലീനയൊട്ടത് ആരോടും പറയില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ രോഹിത്തിന് എന്തോ ഒരു പേടി ഉള്ളിലുണ്ട് കേട്ടോ. ഹരിയടാ ഇതൊക്കെ വലിയ പ്രശ്നമാകൂടാ, വേണ്ട നമുക്കൊന്നും ചെയ്യണ്ടടാ, നമുക്ക് വിട്ട് കളയാം എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് പോയേ, ഇത്രയൊക്കെ ആക്കിയിട്ട് അങ്ങനെ നമുക്കൊന്നും ചെയ്യണ്ടടാ എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് പോയേ, എത്ര നാളായിട്ട് കാത്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, ഇനി ഇതുപോലൊരു അവസരം കിട്ടാൻ പോകുന്നില്ല, ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ല, ഇവളെ കയ്യിൽ കിട്ടിയേക്കാണ്, ഇത് എങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ തയ്യാറല്ല, നീ വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ, സഹകരിച്ചോ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ പേടിയടാ, വേണ്ടടാ ഒന്നും വേണ്ട, നമുക്ക് വിട്ടേക്കാം, അമ്മ എങ്ങാനും അറിഞ്ഞാൽ അച്ഛനെ അറിഞ്ഞാൽ ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, മനുവേട്ടൻ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരും അറിയില്ല, ആരും ഒന്നും അറിയില്ല, ഇവൾ ആരോടും ഒന്നും പറയാനും പോകുന്നില്ല, ഇവൾക്ക് തന്നെ ഓർമ്മയുണ്ടാവത്തില്ല എന്നൊക്കെ പറയാണ് ഹരി. എടാ ഹരി എന്നാലും എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പേടിത്തൊണ്ട് തന്നെ ആവില്ലേ, ഇങ്ങനെ സമയം കളയില്ലേ, നമുക്ക് അധികം സമയമില്ല, ഇതിൻ്റെ മയക്കം വിട്ട് ഉണരുന്നതിന് മുൻപ് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം എന്നൊക്കെ പറയാണ് ഹരി. ഹരിയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പം രോഹിത്തിന് ഭയങ്കര പേടിയും ടെൻഷനും ഉണ്ട്, എന്നാലിട്ട് അലീനയോട് പക വീട്ടണമെന്ന് അതും ഉണ്ട്. അപ്പം എന്താ ഇപ്പം ചെയ്യേണ്ടതെന്നുള്ളൊരു രണ്ട് ചിന്തയിലാണ് രോഹിത് നിൽക്കുന്നത്. ഹരിക്ക് ആകെ ഒറ്റ ചിന്തയുള്ളൂ, അലീനയെ കയ്യിൽ കിട്ടിയേക്കാണ്, അലീന മയങ്ങി കിടക്കുകയാണ് ബെഡിൽ, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, അവൻ്റെ ആഗ്രഹം അവിടെ പൂർത്തിയാക്കാനാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഡോറൊക്കെ പോയി അടക്കി കേട്ടോ. ഡോറ് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, നേരത്തെ തന്നെ ഹരി അകത്തേക്ക് കയറുമ്പോൾ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോറ് പോയി ഒന്നും കൂടെ ടൈറ്റാക്കി അടയ്ക്കുന്നുണ്ട്. കുറ്റിയിടുന്നൊന്നുമില്ല ആ സമയത്ത്, ഇങ്ങനെ അടയ്ക്കുന്നേ ഉള്ളൂ. അല്ല, നേരത്തെ ഡോറ് ചാരി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പോയിട്ട് ഡോറ് കുറ്റിയിടുകയാണ് ഹരി ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട്, എടാ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നീ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുമ്പോൾ എടാ വേണ്ടടാ ഒന്നും വേണ്ട, നമുക്കിത് വിട്ട് കളയാമെന്നൊക്കെ വീണ്ടും രോഹിത് പറയുമ്പോൾ രോഹിത്തിനെ റൂമിൽ നിന്ന് പുറത്താക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എടാ വേണ്ട, ഞാൻ പോവില്ല, നീ ഇവിടെ എന്താ കാണിച്ചു കൂട്ടാന്ന് എനിക്കറിയത്തില്ലല്ലോ, ഇത് ലാസ്റ്റ് എല്ലാം കൂടെ എൻ്റെ തലയിലാവും എന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയി ആ ബാത്റൂമിനുള്ളിൽ എങ്ങാനും കയറിയിരിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ട് അങ്ങനെ രോഹിത്തിനെ പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് തള്ളു കേട്ടോ. എന്നിട്ട് പുറത്ത് നിന്ന് കഥ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് ബാത്റൂമിലിട്ട് എടാ ഹരി ഡോറ് തുറക്കടാ, എവിടെ വേണ്ടടാ ഒന്നും ചെയ്യണ്ട, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത്ത്. ഹരിയാണെങ്കിലോ തനിക്ക് കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. മനുവിനെ നേരത്തെ അലീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മനു അങ്ങോട്ടേക്ക് വരികയും മനു വരുന്ന സമയത്ത് ഫ്രണ്ടിലെ ഡോറ് ഇവർ രണ്ടുപേരും ആണല്ലോ ഡോറ് തുറന്നത്, ഹരിയും രോഹിത്തും ആണല്ലോ കയറി വന്നത്, അതുകൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മനു അകത്തേക്ക് കയറിയിട്ട് നോക്കുമ്പോൾ അലീനെ അവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മനു നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശി അപ്പോൾ മോൻ വന്നോ, മോനെ ഒന്ന് പോയി നോക്കിയിട്ട് ആ കൊച്ചിനെ എവിടെ അലീന എന്ന് ചോദിക്കണം. അപ്പോൾ മനു എടാ ആ കൊച്ചിനെ ആ ചെറുക്കന്മാർ മുകളിലോട്ട് വിളിച്ചിട്ടുണ്ട്, എന്തോ അവിടെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടു, ക്ലീൻ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരമായി പോയിട്ട് ഇങ്ങോട്ടേക്ക് ഇതുവരെ കാണുന്നില്ല എന്നൊക്കെ പറയണം മുത്തശ്ശി. അത് കേട്ടപ്പോൾ മനുവിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അത് ഞാൻ നോക്കാം മുത്തശ്ശി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മനു മുകളിലേക്ക് ചെന്ന് നോക്കട്ടെ. അപ്പോൾ ഡോറ് കുറ്റിയിട്ടേക്കാണ്, ഡോറ് തുറക്കുന്നില്ല. അങ്ങനെ മനു ആണെങ്കിൽ ഡോറിൽ ഇങ്ങനെ മുട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ഡോറിൽ ഇങ്ങനെ മുട്ടുകയാണ് മനു. അപ്പോൾ ആ മുട്ടുന്ന സമയത്താണ് ഹരിയാണെങ്കിൽ അലീന ബെഡിൽ കിടക്കുകയാണല്ലോ, അലീനയുടെ അടുത്തേക്ക് ചെന്ന് ഷോളൊക്കെ നേരത്തെ വലിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ഡോറിൽ മുട്ടൽ കേൾക്കുന്നത്. അപ്പോൾ ഹരിക്ക് ആകെ ടെൻഷൻ ആവുകയാണേ.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബെഡിൽ അലീന കിടക്കുന്ന, ഞാനിവിടെ, രോഹിത്താണെങ്കിൽ ബാത്റൂമിൽ. അപ്പോൾ ഹരിക്ക് ആകെ ടെൻഷനാവാണ്. ഹരി വേഗം ചെന്നിട്ട് രോഹിത്തിൻ്റെ ഡോറ് തുറക്കുക കേട്ടോ, ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുകയാണ്. തുറന്നിട്ട് എടാ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇവർക്ക് ആകെ ടെൻഷനാവുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആരായിരിക്കും വന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഇവർക്ക് ആകെ ടെൻഷനാവുകയാണ്. അപ്പോൾ ഡോറ് തുറക്കാതിരുന്നാലും പ്രശ്നമാണല്ലോ. അങ്ങനെ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അലീനയെ എടുത്തുകൊണ്ട് കട്ടിലിൻ്റെ ചോട്ടിലേക്ക് പിടിക്കുക കേട്ടോ. കട്ടിലിൻ്റെ ചോട്ടിലേക്ക് അങ്ങോട്ട് കിടത്തുകയാണ്. എന്നിട്ട് ഡോറ് പോയി തുറക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ രോഹിത്ത് പോയി ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം മനുവിനെ കണ്ടതും രണ്ടാളുടെ ഉള്ള ഗ്യാസും കൂടെ പോയി എന്ന് പറഞ്ഞ പോലെ ഉള്ള ജീവൻ പോവാണ്. കാരണം മനുവിനെ ഒരിക്കലും അവരവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ മനു നോക്കുമ്പോൾ ഇവർ രണ്ടാളും കൂടെ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ആകെ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ്. മനുവേട്ടൻ ഇതെപ്പോൾ വന്നു എന്ന് ഹരി ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഹരിയോട്. ഞാൻ ദേ രോഹിത്ത് എന്നോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറയാട്ടോ. രോഹിത്തിന് എന്തെന്ന് കോളേജില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കോളേജില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല തലവേദന മനുവേട്ട, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ക്ലാസ് കട്ടാക്കി പോന്നു എന്ന് രോഹിത്ത് പറയണം. അപ്പോൾ ഹരിയെ നീ എന്തിനാ വിളിച്ച് വരുത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് ഇവൻ ഇങ്ങോട്ടേക്ക് കുറേ ദിവസമായി വരണമെന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിലുണ്ട് അങ്ങനെ വരാൻ പറഞ്ഞതാ എന്ന് പറയണം. അപ്പോൾ അലീന അലീന ഇങ്ങോട്ടേക്ക് വന്നിട്ട് താഴേക്ക് വന്നില്ലല്ലോ, താഴെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇവിടെ വന്ന് ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് പോയല്ലോ മനുവേട്ട, ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം രോഹിത്ത്. ഇവിടെ ഇല്ലാന്നോ? പിന്നെ മുത്തശ്ശി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു എന്ന്, പിന്നെ താഴേക്കൊന്ന് വന്നതുമല്ല അലീന എന്തേന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഇല്ല മനുവേട്ട, ഇവിടെ ഇതെന്നൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയതായിരുന്നു, അത് ക്ലീൻ ആക്കിയതിന് ശേഷം അലീന താഴേക്ക് പോയി എന്ന് പറയണം. ആ സമയത്താണ് മനു ആ ബാത്റൂമിൻ്റെ സൈഡിൽ മോപ്പും ആ തുടയ്ക്കുന്ന മോപ്പും അതുപോലെ ചൂലും അടിച്ചുവാരിയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം മനുവിന് മനസ്സിലാവണം അലീന ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവണം. ആ സമയത്താണ് ബെഡിൽ അലീനയുടെ ഷോള് കിടക്കുന്നതും കാണുന്നത്. എടാ അലീന എവിടെയാന്ന് ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കട്ടോ. മനുവേട്ട ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു അലീന എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്തത്, അവൾ എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് രോഹിത്തിൻ്റെയും ഹരിയുടെയും കോളറിന് ഇങ്ങനെ പിടിച്ചിട്ട് തല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ അവർക്ക് പേടിയായിട്ട് അവരിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മനു തന്നെ എല്ലായിടത്തും ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് കട്ടിലിൻ്റെ സൈഡിലൂടെ അലീനയുടെ കാലിങ്ങനെ കാണുന്നത്. പെട്ടെന്ന് മനു അവിടെ ഇരുന്നിട്ട് അലീനയെ ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ബെഡിലേക്ക് കിടത്തുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഇവക്ക് പറ്റിയത്, സത്യം പറഞ്ഞാൽ എന്താ ഇവക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അറിയില്ല മനുവേട്ട, ഇവിടെ വന്ന സമയത്ത് അവൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ ഇങ്ങനെ മയങ്ങി വീണു, അതാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു നിങ്ങൾ എന്താ ഇവിടെ ചെയ്തത്, നിങ്ങൾ എന്തായിരുന്നു ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ട സത്യമായിട്ടുമാണ് പറയണത്, അവളിവിടെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മയങ്ങി വീണതാണ്, ഇനി മനുവേട്ടൻ ഞങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് താഴേക്ക് കിടത്തിയത് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരുടെ സൈഡ് അവർ ഇതാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മനു ആണെങ്കിൽ അലീനയെ ബെഡിലേക്ക് കിടത്തിയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കുടഞ്ഞ് അലീനയെ ഇങ്ങനെ ബോധം വരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയ്ക്കാണെങ്കിൽ ബോധം വന്നു പോകുമ്പോൾ മനുവേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വരികയാണ്. പെട്ടെന്ന് മനുവേട്ടനെ കണ്ടതും അവൾ പൊട്ടിക്കരയാൻ തുടങ്ങും കേട്ടോ. മനുവേട്ടനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരയണത്. മനുവിനെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയണം. മനുവേട്ടൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ തൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് അലീന കരയുന്നത് കേട്ടോ. അങ്ങനെ അലീനയുടെ കരച്ചിൽ കണ്ടപ്പോൾ എന്താ അലീന ഉണ്ടായത്, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഹരിയും രോഹിത്തും ആണെങ്കിൽ പറയില്ലേ എന്നുള്ളൊരു മുഖഭാവത്തോടെ നിൽക്കട്ടെ. രോഹിത്തിന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അലീന ഉള്ള എല്ലാ സത്യങ്ങളും പറയണം. ഞാൻ ഇങ്ങോട്ടേക്ക് ക്ലീൻ ആക്കാൻ വന്നപ്പോൾ ഒരു സ്പ്രേ എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് ഹരി അടിച്ചു, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല മനുവേട്ടാന്ന് പറഞ്ഞതും ഒരൊറ്റൊരെണ്ണ ഹരിയുടെ മുഖത്തിന് നോക്കി കൊടുക്കുകയാണ് മനു. അതുപോലെ രോഹിത്തിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാകെ പതറി നിൽക്കണം. ഇനിയൊന്നുമില്ല, എല്ലാ പ്ലാനും പൊളിഞ്ഞു. മനു വന്നു, അലീനയെ രക്ഷിച്ചു, ഇവരുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ട് മനു ഹരിയെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലിൽ നീ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഹരിയെ നല്ല തല്ലും കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. രോഹിത്തിനെ നല്ല തല്ല് കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരട്ടെ, ആൻറ്റിയും അങ്കിളും വരട്ടെ, നിന്നെ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ മനുവേട്ട ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ വേണ്ടാന്ന് ഹരിയോട് 100 തവണ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയ നാടകമല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞ് മനു അവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടി അലീനയ്ക്ക് ആ ഷോളൊക്കെ നേരെ ഇട്ട് കൊടുത്തതിന് ശേഷം മനു അലീനയും കൂട്ടിയിട്ട് താഴേക്ക് ചെല്ലുകയാണ്. അങ്ങനെ താഴേക്ക് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശിയെ കണ്ടതും അലീനെ കെട്ടിപ്പിടിച്ച് കരയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് കാരണം എന്താ മോളെ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മനു ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അലീനയുടെ ഒരു അവസ്ഥ കണ്ടിട്ട്. അലീനയാണെങ്കിലും ഒന്നും പറയുന്നില്ല. അപ്പം മനു ആണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ മുത്തശ്ശിക്കും ആകെ വിഷമാവുകയാണ്.
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോളെ അവർ ഇത്രയും വലിയ ദുഷ്ടന്മാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും വിഷമിക്കുന്നുണ്ട്. ആ ഹരിയെ മോനെ നിൻ്റെ അനുജനായതുകൊണ്ട് പറയല, ആ ഹരിയെ മേലിൽ ഇങ്ങോട്ടേക്ക് നീ വരാതിരിക്കാൻ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇനി നോക്കിക്കോളാം മുത്തശ്ശി, അവനെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. തൽക്കാലം ഇതിപ്പോൾ ആൻറ്റിയും അങ്കിളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും അവരോട് പറയണം മോനെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായിരിക്കും. ഇത്രയും ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് അവരറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ഇഷ്യൂ ആയിരിക്കും എന്ന് മുത്തശ്ശിയും പറയണം. അപ്പോൾ അലീനയ്ക്കും പേടിയുണ്ട്, വേണ്ട മനുവേട്ട പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് കാരണക്കാരി എന്ന് മാഡം പറയത്തുള്ളൂ, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ അതൊന്നും താൻ പേടിക്കേണ്ട, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനൊന്നും പോണില്ല, പറഞ്ഞയക്കുകയാണെങ്കിൽ തന്നെ നിന്നെ പറഞ്ഞു വിടാൻ ഞാനൊട്ടും സമ്മതിക്കത്തുമില്ല, നിനക്ക് ഞാനുണ്ട്, എന്തിനും ഞാനുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ശരിക്കും മനുവിൻ്റെ ആ ഒരു സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. അലീന ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു. മനുവിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അലീന ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അപ്പം അലീനയ്ക്ക് മനസ്സിലായി, തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു അത്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ, ഇവനുണ്ടാവും നിൻ്റെ കൂടെ, എന്ത് കാര്യത്തിനും ഇവനുണ്ടായിരിക്കും എന്ന് മുത്തശ്ശിയും പറയാണ്. അങ്ങനെ അലീനയ്ക്ക് അതൊരു ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിന് ശേഷമാണ് അലീനയും മനുവിനെ കൂടുതൽ പ്രണയിച്ചു തുടങ്ങുന്നത് കേട്ടോ. അന്ന് രേവതിക്കുട്ടിയൊക്കെ പറഞ്ഞെങ്കിലും അതിനെപ്പറ്റി വല്ലാണ്ടൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, കാരണം പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം അലീന ശരിക്കും മനുവിനെ പ്രണയിച്ചു തുടങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇനി അവിടുന്ന് അങ്ങോട്ടാണ് അലീനയും മനുവും തമ്മിലുള്ള ശരിക്കുള്ളൊരു പ്രണയം അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് അതൊരു വലിയൊരു ദിവ്യ പ്രണയമായിട്ട് തന്നെ മാറുന്നത്. പിന്നെ ആ പ്രണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ വലിയ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനു പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ, അങ്കിളും ആൻറ്റിയൊക്കെ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അവർ വന്ന സമയത്ത് മനു എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോടും വൈജയോടും പറയുമ്പോൾ ബാലചന്ദ്രനും ഇങ്ങോട്ട് ദേഷ്യം കൊണ്ടും ഇങ്ങോട്ട് മുഖമൊക്കെ ചുവക്കുന്നുണ്ട് കേട്ടോ, രോഹിത് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിന്ന് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രോഹിത്തിനെ വിളിക്കുകയാണ്. തല്ലാനായിട്ട് പോകുമ്പോൾ ബാലചന്ദ്രൻ എന്തായി കാണിക്കുന്നത്, എന്തിനാ രോഹിത്തിനെ തല്ലുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വൈജ എടുക്കുക കയറുകയാണ്. ഇനി ഇവനെ തല്ലാതിരുന്നാൽ നീ എന്തായി പറയുന്നത് വൈജ, അവൻ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നീ വീണ്ടും ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും കാരണക്കാരി അവളല്ലേ, അവളിവിടെ വന്നതുകൊണ്ടല്ലേ, എന്നാലും നിൻ്റെ മോൻ ചെയ്തത് ഒരു തെറ്റുമല്ല എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്തത് തെറ്റാണ്, ശരി സമ്മതിച്ചു, പക്ഷെ അതിന് ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, കണ്ടോ മനു, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ശിക്ഷിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവൾ നിൽക്കും, പിന്നെ ഇവനെ എങ്ങനെ നന്നാവും, ഇവൻ കൂടുതൽ മോശക്കാരനാവത്തില്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്, അലീന എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയണത്, അവിടെ റൂം ക്ലീൻ ആക്കാനായിട്ട് ഇവർ അലീനയെ വിളിച്ചു വരുത്തിയപ്പോൾ അലീന അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ, ഹരിയും രോഹിത്തും കൂടെ അലീനയോട് ചെയ്ത പ്രവൃത്തിയാണ്, വളരെ നീചമായ പ്രവൃത്തിയാണ് ചെയ്തത്, അതിനാണോ രോഹിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നത്, അവളോട് ആര് പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാൻ, ആമ്പിള്ളേർ എന്തായാലും ഒരു പ്രശ്നം മുൻപ് ഉണ്ടായതല്ലേ, പിന്നെ അവൾ വീണ്ടും പോയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിതിൽ അവളെ നല്ല സംശയമുണ്ട്, അവൾ മനഃപൂർവ്വം ചെന്നതാണ് എന്നൊക്കെ പറയട്ടോ വൈജ. ആൻറ്റിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ആൻറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ആൻറ്റി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എന്നെങ്കിലും ഒരിക്കലും അലീനയുടെ സത്യാവസ്ഥ, അലീന എങ്ങനെയുള്ളവളാണെന്നുള്ളതൊക്കെ ആൻറ്റി തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. ആ സമയത്ത് ആൻറ്റി ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ മനു പറയാണ്. അങ്ങനെ എന്താണെങ്കിലും മനുവിൻ്റെ ഈ സംസാരം കേട്ടിട്ട് അലീനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വൈജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നീ എന്തിനാണ് ഏത് സമയം അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, അവൾ നിൻ്റെ ആരും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആരും അല്ലായിരുന്നു, പക്ഷേ ഇനി മുതൽ എൻ്റെ ആരൊക്കെയോ ആണ് എന്ന് വൈജയോട് തുറന്ന് പറയാണ് മനു. അത് കേട്ടിട്ട് ആകെ ഷോക്കാവുക കേട്ടോ വൈജ. ബാലചന്ദ്രനെ അത് കേൾക്കുമ്പം ഷോക്ക് ഉണ്ടെങ്കിലും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, കാരണം അലീനയോട് ഇവനുള്ള സ്നേഹം ബാലചന്ദ്രൻ മുന്നേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും. അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് ഇനി അങ്ങനെ വരാനായിട്ട് പോകുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് മനുവും അലീനയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കുറേ എപ്പിസോഡുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇവർ ഫോണിൽ സംസാരിക്കുന്നതും അങ്ങനെ അതുപോലെ നേരിട്ട് കാണുമ്പോൾ കൊടുക്കുന്ന സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് മനു കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഓരോ ദിവസമായിട്ട് ഒരാഴ്ചയിൽ 1-2 എപ്പിസോഡുകൾ അപ്കമിങ് ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.